ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഈ ഭക്ഷണം ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഹായ്, ഞാൻ ഡോക്ടർ ജമീൽ സെയ്ഡ്, ഡോക്ടർ സെയ്ഡ്സ് ഹോമിയോപ്പതി. ചിലപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഹൈ ഷുഗറുള്ള ഫുഡുകളോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ കൂടുതൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ ഇങ്ങനത്തെ ഭക്ഷണം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകാറുണ്ടല്ലേ. അപ്പം ശരിക്കും നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഈ ഭക്ഷണം മാത്രം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് നിങ്ങളുടെ മനസ്സിൽ ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിച്ചത് കൊണ്ടൊരു പ്രശ്നവുമില്ല. പക്ഷേ ബാക്കി ഭക്ഷണങ്ങൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹൈ ഫൈബറായിട്ടോ അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണത്തിൽ പോയാൽ പോലും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇറ്റ് മസ്റ്റ് ബി എ ബാലൻസ്. നമ്മൾ മമ്മൂട്ടി പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കാൻ പാടില്ല എന്ന് മാത്രം. ഇപ്പോൾ എത്രയും കാലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ അസ്.